മനോഹരമായ ഒരു നാടകത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. നാളെയാണ് ഇതിൻ്റെ അരങ്ങേറ്റം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട നായികയുടെ അടുത്ത് തന്നെ പോവാം. പറഞ്ഞോളൂ. 52ഓളം UAE അഭിനയത്തെ സ്നേഹിക്കുന്ന റിയലായിട്ട് ഉള്ള ആക്ടേഴ്സിനെ ഞങ്ങൾ വർക്ക് ചെയ്യും, അവരുടെ കൂടെ ഒരു പ്ലേ ചെയ്യുകയാണ്. സാധാരണ ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്ന സമയത്ത് പലപ്പോഴും ഒരു 2-3 ദിവസം നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ബേസിക്കലി അഭിനയം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, പക്ഷെ നമ്മൾക്ക് അവരെ മോൾഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മുടെ സാധ്യതകൾ, എവിടെയൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്കും പഠിക്കാൻ. പക്ഷേ നമ്മളുടെ ഒരു ലേണിംഗ് ആണ് നടക്കുന്നത് ഇത്രയും ആൾക്കാരുടെ കൂടെ. നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണലായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലെയല്ല. ഇതേക്കുറിച്ച് അങ്ങനത്തെ ഒരു ധാരണ അത്ര കണ്ടില്ലാത്ത ഇതിൽ വന്ന് പഠിച്ചതാവുന്നവർ അവർ ആക്ടേഴ്സായി മാറുന്നതും അവരുടെ കൂടെ പെർഫോം ചെയ്യുമ്പോഴും വലിയൊരു പ്രത്യേകമായിട്ടുള്ള ഒരു എനർജിയാണ്. 52ഓളം കലാകാരന്മാരെ UAE ആദ്യമായിട്ട് ഇത്രയും നീണ്ടൊരു വർക്ക്ഷോപ്പിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഷീ കമ്പനി നടത്തുന്ന ഈ ഒരു ഉദ്യമം, ഷീബ എസ്പെഷ്യലി എടുത്തു പറയേണ്ടതാണ്. കൂടെ ഒരു പറ്റം പട്ടാളക്കാരും ഉണ്ട് നടത്തുന്ന. എങ്ങനെയാണ് ഈ പറയും പോലെ ഈ 17 ദിവസം അല്ലെങ്കിൽ 20 ദിവസം എടുത്ത ഒരു ട്രെയിനിങ് പ്രോസസ് ആണല്ലോ, അത് എത്രത്തോളം എങ്ങനെ അതിനെ കാണുന്നു? അതായത് എനിക്ക് തോന്നുന്നു ഇവർക്കത് വലിയൊരു പ്രോസസ്സായിരുന്നു. കാരണം ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പം ഞങ്ങൾ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ പോവുമായിരിക്കും. അവരുടെ തിരക്ക് അങ്ങനത്തെ ആണല്ലോ ഇവിടെ ലൈഫ് എല്ലാം എത്തിപ്പെടാൻ. പക്ഷെ ഞങ്ങൾ എത്തുന്നതിനേക്കാൾ ഒരു 10 മിനിറ്റ് മുമ്പ് ഇവരെത്തും. എന്നിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നൊരു അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് 5 ദിവസമായിട്ട് ദിലീഷ് പോത്തനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാടകം, ഈ ക്യാമ്പിൽ ഞാൻ മാത്രമല്ല, വിനോദ് മാഷ് ഞങ്ങളുടെ അധ്യാപകൻ, എൻ്റെയും ദിലീഷ് പോത്തൻ്റെയും അധ്യാപകനാണ് വിനോദ് മാഷ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ ദിലീഷ് ചേട്ടനും ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങളുടെ ഒരു പഴയ MA നാടകക്കാലത്തേക്ക് ആണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ അതൊരു നല്ലൊരു നാടകകാലത്തിൻ്റെ ഓർമ്മയാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. കാരണം എന്താ, ഇവിടെ പലപ്പോഴും പല വർക്ക്ഷോപ്പുകൾ നടക്കാറുണ്ട്, 2 ദിവസം 3 ദിവസം. ഇതിൽ കൂടുതൽ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ നടന്നിട്ടില്ല. അപ്പം സുരഭിലക്ഷ്മിയെ പോലുള്ള ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനു വേണ്ടി പ്രയത്നിക്കുകയും ഇത്രയും ദിവസം അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്ന പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ട്രെയിനിങ് അല്ല, അവരെന്താണോ നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നത് അത് അവർക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് എവിടെയെങ്കിലും നമുക്കത് ചെയ്ത് നോക്കിയാലല്ലേ, അത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ടുള്ള ഒരു പരിശീലനത്തിലൂടെ മാത്രമേ അഭിനയം എന്ന് പറയുന്ന ഒരു കലയെ നമുക്ക് തൊടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്തത് ഒരു കുറച്ച് ആളുകളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അവരുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ. നാടകം വിജയമോ പരാജയമോ അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ ആക്ടേഴ്സ് അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു എനർജി വെച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ചെയ്യുന്നത്, ഇതുവരേക്കും ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, ഞങ്ങൾ ഭയങ്കര ഊർജ്ജത്തിലാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അവരെ തന്നെ അഭിനയിപ്പിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ഇതിൽ ആക്ടറായിട്ട് ദിലീഷേട്ടനപ്പം വരാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഏറ്റതായിരുന്നു, അവസാന നിമിഷമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടെ ലീഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളും അവരുടെ കൂടെ നിൽക്കുമ്പോഴാണല്ലോ അവർക്കും ഒരു ഇതുണ്ടാവുക. അപ്പം ഞാനൊരു 2016 ഞങ്ങൾ സംഗീത നാടക അക്കാദമിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള നാടകമാണ് ബോംബെ ടൈലേഴ്സ് അതിഥി തിയേറ്റർ. അത് ഞങ്ങളുടെ വിനോദ് മാഷിൻ്റെ തിയേറ്റർ ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന നാടകമാണ്. അന്ന് ഇതിന് 2016 മികച്ച നാടകവും എനിക്ക് സംഗീത നാടക അക്കാദമി അവാർഡും നടനും രചനയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഖാദർ ബാബു എന്ന് പറയുന്ന ഒരു തെലുങ്കാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ന്യൂ ബോംബെ ടൈലേഴ്സ്. അത് മാതൃഭൂമിയിൽ അച്ചടിച്ച് വന്ന സമയത്ത് ആ ഷോർട്ട് സ്റ്റോറി കണ്ടിട്ട് അതിൽ നിന്ന് ഒരു നാടക സാധ്യതയെ കണ്ടെത്തുകയും ഒരു നാടകമായിട്ട് വിനോദ് മാഷ് രചിക്കുകയും ചെയ്തിട്ടുള്ള നാടകമാണ് ബോംബെ ടൈലേഴ്സ്. അപ്പോൾ ബോംബെ ടൈലേഴ്സ് കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നാളെ എല്ലാ UAE എല്ലാ കലാസ്നേഹികളെയും, ഹൃദയം നിറഞ്ഞ് കലയെ സ്നേഹിക്കുന്ന, എനിക്ക് അങ്ങനെയാണ് പറയാൻ പറ്റുന്നത്, ഹൃദയം നിറഞ്ഞ് കലയെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും എത്തിച്ചേരും എന്നുള്ള വലിയൊരു വിശ്വാസമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് കുറേ ആളുകൾ വന്ന് ഇവിടെ ഒരു ഷോ ചെയ്യുകയും നിങ്ങളത് കാണാൻ വരികയും ചെയ്യുന്ന ആളുകളല്ല. നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് നടത്തുന്നൊരു വലിയൊരു ഷോയാണ് ബോംബെ ടൈലേഴ്സ്. നിങ്ങൾ കാണാൻ എല്ലാവരും
വരണം. പിന്നെ വേറെ എന്ത് ഷോയ്ക്കും പോലെയല്ല, നാടകം നടത്തുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കുള്ള കാര്യം. അത് ഷീ കമ്പനി ഏറ്റെടുത്തിട്ട് വലിയൊരു റിസ്ക്കാണ്. അപ്പോൾ അതിൽ ചെറിയ രീതിയിൽ ടിക്കറ്റൊക്കെ എടുത്ത്, നമ്മളൊരു സിനിമ കാണുമ്പോൾ തന്നെയല്ലേ, അതുപോലെ ഒരു ടിക്കറ്റ് എടുത്ത് ഇതിലുള്ള കലാകാരന്മാരെ നമുക്ക് ഇതിനുള്ളൊരു എല്ലാവരും പ്ലാറ്റ്ഫോം ഒരുക്കുകയും കൂടിയാണ്, നിങ്ങളെല്ലാവരും വലിയൊരു മനസ്സും കൂടിയാണ് ടിക്കറ്റ് എടുത്ത് കാണാൻ വരുന്നത് നിങ്ങൾ ചെയ്യുന്നത്. അത് സ്നേഹപൂർവ്വം ചെയ്ത് ഞങ്ങളെ ബോംബെ ടൈലേഴ്സ് ടീമിനെ, മാജിക് കീഫിനെ, ഷീ കമ്പനിയെ എല്ലാവരെയും കൂടെ നിൽക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാനും. അപ്പം മനോഹരമായൊരു നാടകമാണ് നാളെ അരങ്ങേറാൻ പോകുന്നത്. എന്നോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട ദിലീഷ് ചേട്ടനും അതുപോലെ തന്നെ വിനോദുമാണ്. അപ്പം ചേട്ടാ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് പറയാമോ? ഒന്നുമില്ല, ഇത് ഒരു 8-10 വർഷം മുമ്പ് വിനോദ് മാഷ് ഡയറക്റ്റ് ചെയ്ത് സുരഭി പ്രധാന വേഷത്തിൽ ചെയ്ത ബോംബെ ടൈലേഴ്സ് എന്ന് പറയുന്നൊരു നാടകമാണ്. അതിപ്പോൾ ഇപ്പം ഷീ കമ്പനി മാജിക് കീഫും കൂടെ ചേർന്നിട്ട് UAE ഒന്നും കൂടെ അവതരിപ്പിക്കുകയാണ്. സുരഭിയും പങ്കെടുക്കുന്നുണ്ട്, മാഷ് ഡയറക്റ്റ് ചെയ്യുന്നു, കൂടെ ഞാനും ഉണ്ട്. അത്രയുള്ളൂ. ഇപ്പോഴും ഞാൻ അഭിനയിക്കുന്നില്ല, ഞാനിതിൻ്റെ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യുന്നു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതിനു വേണ്ടി മാത്രമാണ് ചേട്ടൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്? അതെ, നാടകം ചെയ്യാമെന്നാണ്. അതെ. അപ്പം വിനോദ്, എന്താണ് ഈ നാടകത്തിൻ്റെ ഈ പ്രവാസത്തിൽ വന്ന് ഇപ്പം 52ഓളം പുതിയ കലാകാരന്മാരാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ദിലീഷ് പറഞ്ഞില്ലേ, ഞങ്ങളിപ്പോൾ 9 വർഷത്തിന് ശേഷമാണ് വീണ്ടും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ കോവിഡിന് ശേഷം പ്ലേ ചെയ്യുമ്പോൾ പ്ലേ മൊത്തത്തിൽ മാറിയിട്ടുണ്ടല്ലേ, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രവാസികളായിട്ടുള്ള 52 പേര് എന്ന് പറയുമ്പോൾ 52 പേരല്ല, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാം കൂടി ചേർന്നാൽ 10-70 പേരെങ്കിലും കാണും അല്ലേ. ഇതാണ് ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിൽ നിന്ന് പറഞ്ഞ ഒരു നാടക സംഘം ഒരേ സ്ഥലത്തുള്ള കുറേ ആൾക്കാരാണ്. ഇവിടെ പല സ്ഥലത്തു നിന്ന് വരുന്നത് പല ഇൻഡിവിജ്വലുകളായിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പായി മാറുന്ന കാഴ്ച ഭയങ്കര രസമുള്ളതാണ്. ക്യാമ്പ് തുടങ്ങുമ്പോഴത്തേക്കും പല ഭാഗത്തുനിന്ന് പല മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പോൾ ആ ക്യാമ്പ് കഴിയുമ്പോഴത്തേക്കും അവരങ്ങനെ ഒരു സിംഗിൾ ഫോമായി ഒരു ഗ്രൂപ്പായി മാറി പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ആ പ്രോസസ്സ് ഭയങ്കര പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഈ നാടകം പൊതുവേ ഇപ്പം ഭരത് മുരളി നാടക ഉത്സവം അബുദാബി, ഇതാണ് ഇവിടുത്തെ നാടകത്തിൻ്റെ ഒരു കൾച്ചറിൽ വരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നാട്ടിൽ നിന്ന് തന്നെ ഒരു നാടകമായിട്ട് 2 പേരിവിടെ എത്തുകയും അത് ഷീ കമ്പനിയിലൂടെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് UAE 52 പേരാണ് ആ പ്ലാറ്റ്ഫോമിലെത്തുന്നത്. അതൊരു പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസും അത് കൂടുതൽ ഇനി ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് നാളെ എല്ലാവരെയും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? നാളെയാണ് പെർഫോമൻസ്. നാളെ എന്ന് പറയുമ്പം ഞായറാഴ്ച. അതെ, 17-ാം തീയതി നാളെ 17-ാം തീയതി ഞായറാഴ്ച അജ്മാനിൽ വെച്ചിട്ടാണ് പെർഫോം ചെയ്യുന്നത്. 7:30ക്കാണ് ഷോ. ടിക്കറ്റ്സ് ക്യൂ ടിക്കറ്റ്സിൽ അവൈലബിൾ ആണ്. കഴിയുന്നവരൊക്കെ വരിക, ഞങ്ങളുടെ നാടകം കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. സുരഭിമ പറഞ്ഞതുപോലെ തന്നെ UAE നാടകപ്രേമികൾക്ക് അല്ലെങ്കിൽ കലാപ്രേമികൾക്ക് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ UAE ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നാടകം നടക്കാൻ പോകുന്നത്. അതായത് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ സുരഭി മാമുണ്ട്, ദിലീഷ് പോത്തൻ അദ്ദേഹമുണ്ട്, പിന്നെ നമ്മുടെ എവിടെയും പ്രിയപ്പെട്ട സംവിധായകൻ, ഒത്തിരി അവാർഡുകളൊക്കെ മേടിച്ച് നമ്മുടെ വിനോദ് മാഷുണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ട് 2 ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്തി. ഒപ്പം തന്നെ അത് പോരാ, അവർക്ക് കൂടുതൽ അഭിനയം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ചേർത്ത് നിർത്തി, അതായത് 52 കലാകാരന്മാരെ ചേർത്ത് നിർത്തി ഒരു നാടകം കൂടി നടത്തുകയാണ്. ആ ഒരു നാടകം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ UAE കലാസ്നേഹികൾക്ക് നാളെ അജ്മാനിൽ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂൾ അജ്മാനിലാണ്. ബോംബെ ടൈലേഴ്സ് എന്ന നാടകം നാളെ ഇവിടെ രാത്രി 7:30 അരങ്ങേറാൻ പോകുകയാണ്. ഞങ്ങൾ 52 UAE ആർട്ടിസ്റ്റുകളുടെ കൂടെ മിടുക്കിയായ നിങ്ങളുടെയൊക്കെ സ്വന്തം സുരഭി ലക്ഷ്മിയുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലം നാളെ കാണാൻ പോകുകയാണ്. ഞങ്ങൾക്ക് UAE ഓരോ കലാകാരന്മാരെയും കലയെ സ്നേഹിക്കുന്ന ഓരോ ആളുകളുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് നാളെ അത്യാവശ്യമാണ്. എല്ലാവരും നാളെ 7:30 ഇവിടെ ഉണ്ടാകണം. ക്യൂ ടിക്കറ്റ്സിൽ ടിക്കറ്റ് അവൈലബിൾ ആണ്. 50 ദിറംസേ ഉള്ളൂ. സമയം കളയരുത്. നാളെ എല്ലാവരും ഇവിടെ കാണാം. നാടകം സത്യമാണ്. സിനിമയ്ക്ക് കൊടുക്കുന്ന അതേ സ്നേഹം തന്നെ നാടകവും ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ നാടകം കാണാൻ എല്ലാവരും എത്തണം. നാളെ നമ്മുടെ UAE 52ഓളം കലാകാരന്മാരുടെ ഏറ്റവും വലിയ സുഹൃതമാണ് നാളെ നടക്കാൻ പോകുന്നത്. ബോംബെ ടൈലേഴ്സ് എന്ന നാടകത്തിലൂടെ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയ ചാൻസ് ഞങ്ങൾക്ക് വളരെയധികം കടപ്പെട്ടിരിക്കുന്നത് ദിലീഷ് പത്മ സാറിനോടും പിന്നെ നമ്മുടെ സുരഭി മാമിനോടും പിന്നെ വിനോദ് മാഷിനോടുമാണ്. ഇവർ ഞങ്ങൾക്ക് നൽകിയ ഈ ഒരു അവസരം ഞങ്ങൾ വളരെ നന്നായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ പൂർണ്ണമായും പരിശ്രമിക്കുന്നതാണ് നാളെ. പിന്നെ ഇതിനെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അവസരം ഒരുക്കി തന്നില്ല ഷീ കമ്പനിക്കും പ്രത്യേകം ഞങ്ങളെല്ലാവരും നന്ദി പറയുന്നു. കാരണം 52ഓളം ആൾക്കാർ ഒരുമിച്ച് ഒരു നാടകം, അതും ഇത്രയും ചെറിയ സമയത്ത് ഒരു നാടകം എന്ന് പറയുന്ന 60-90 ദിവസങ്ങളൊക്കെ റിഹേഴ്സൽ എടുത്താണ് ഒരു സ്റ്റേജിലേക്ക് കയറുന്നത്. നമ്മൾ
15-20 ദിവസം കൊണ്ട് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് 1.5 മണിക്കൂർ നീളമുള്ള ഒരു നാടകം നമ്മൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വരണം. വളരെ സന്തോഷം. ദിലീഷ് ചേട്ടൻ്റെ കൂടെയും സുരഭി മേഡത്തിൻ്റെ കൂടെയും വിനോദ് സാറൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമാണ്. അതുപോലെ വളരെ അഭിമാനം ഇവരെല്ലാവരും ചേർത്ത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നാളെ രാത്രി 7:30-ക്കാണ് പ്രോഗ്രാം. എല്ലാവരും സപ്പോർട്ട് വേണം. താങ്ക്സ്. നമസ്കാരം. നമ്മൾ ഒരു 52ഓളം പേര് ഒരു മനസ്സോടുകൂടി കലയെ സ്നേഹിക്കുന്ന, നാടകത്തെ സ്നേഹിക്കുന്ന, ചിലപ്പോൾ ഇതിൽ ആദ്യമായി സ്റ്റേജിൽ കയറുന്ന എക്സൈറ്റ്മെൻ്റ് ഉള്ളവരുണ്ട്, കുറച്ച് നാടകങ്ങൾ അഭിനയിച്ച് പരിചയമുള്ളവരുണ്ട്. ഇതെല്ലാം മറന്ന് ഒറ്റ വേദിയിൽ ഒരൊറ്റ ജീവനായി നാളെ നമ്മൾ 7:30-ക്കുള്ള ഷോക്ക് ഒരു ജീവൻ കൊടുക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഇതിൽ അബുദാബിയിൽ നിന്ന് വരെ ഇവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എത്രയോ ദിവസങ്ങൾ ഇവിടെ താമസിച്ച് ഇതിൻ്റെ പാർട്ടാവുന്നത് ആ കലയോടുള്ള ആത്മാർത്ഥമായ ഇഷ്ടമാണ്. നിങ്ങൾ ഒരു ടിക്കറ്റ് എടുത്ത് അത് കാണാൻ, അതിനുവേണ്ടി നമ്മൾ അത്രയും ആത്മാർത്ഥതയോടെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല എന്നൊരു ഉറപ്പോടുകൂടി നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നാടകമേ ഉലകം എന്ന് നമ്മൾ ചരിത്രം പറയാറുണ്ട്. നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയത്, ഞങ്ങൾ 52 പേർ ഇവിടെ കൂടിയത് ആ ഒരു സെൻറ്റൻസിനെ യാഥാർത്ഥ്യമാക്കാൻ കൂടിയാണ്. ഞങ്ങൾ പലരും ഇവിടെ ആ നാടകത്തിൽ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിലും അല്ലാത്തവരും ഉണ്ട്. ഇത് മറ്റുള്ളവർ പറഞ്ഞതുപോലെ UAE-യിലെ പല സ്ഥലത്തു നിന്നും അബുദാബിയിൽ നിന്നൊക്കെ വന്നവരുണ്ട്. പ്രായഭേദമന്യേ ഞങ്ങൾ ഓരോരുത്തരും ഇതിൽ ഭാഗവാക്കുകാരാണ്. ഏറ്റവും അധികം സന്തോഷം നാഷണൽ അവാർഡ് നേടിയ ദിലീഷ് പോത്തൻ സാറ്, സുരഭി മാം, വിനോദ് സാറ്, ഇവരോട് കൂടി ഞങ്ങളും ഭാഗവാക്കുകാരാകുകയാണ്. എല്ലാവരും വന്ന് സഹകരിക്കണം, എല്ലാവരും വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, പ്രാർത്ഥനയിൽ ഓർക്കുകയും വേണം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ UAE-യിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള 52ഓളം കലാകാരന്മാർ ഒരൊറ്റ സ്വപ്നത്തിന് വേണ്ടിയാണ് ഇത്രയും ദിവസം 20ഓളം ദിവസം അധ്വാനിച്ചത്. അതിനൊപ്പം ഞങ്ങളുടെ നെടുന്തൂണായി നിന്ന് ഇതിൻ്റെ ഐഡിയ സ്റ്റാർട്ട് ചെയ്ത ഷീ കമ്പനി, മാജിക് എഫ് എന്നൊരു പ്ലാറ്റ്ഫോം, പിന്നെ അതിനൊപ്പം നിന്ന സുരഭി മാം, ദിലീഷ് പോത്തൻ സാർ, വിനോദ് സാർ, ഇവരുടെയൊക്കെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ ഈ കലാകാരന്മാരുടെ എല്ലാവരുടെയും ഒരൊറ്റ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷനുകൾ, അവരുടെ അധ്വാനം, അവരുടെ എല്ലാവരും പല പല ജോലികൾ ചെയ്യുന്ന ആളുകളാണ്, പല പല പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ അങ്ങനെ ഒരു റിഹേഴ്സൽ ടൈമിൽ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ഇതിനു വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന ഒരു കാഴ്ച, അതൊക്കെ ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയും എല്ലാവർക്കും അതിഗംഭീരമായ അനുഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് നാളെ ഈ സ്റ്റേജിൽ കാണാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അനുഗ്രഹം വേണം. എല്ലാവരും ടിക്കറ്റ് എടുത്ത് വരണം. ഒരു 50 ദിർഹംസ് ചിലവാക്കി നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാൻസ് മിസ്സാവുന്നതാണ് ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വരണം. ഞങ്ങളെ എല്ലാവരും ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്ത് എന്താണ് ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി തരുന്നത് എന്താണെന്ന് കാണണം. എല്ലാവരും അനുഗ്രഹമാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച അഭിനേത്രിക്കുള്ള അവാർഡ് സുരഭി ലക്ഷ്മി മാമിന് നേടിക്കൊടുത്ത ഒരു ഡ്രാമയാണ് ബോംബെ ടൈലേഴ്സ്. ആ ബോംബെ ടൈലേഴ്സ് ആദ്യമായിട്ട് UAE-യിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അജ്മാനിലെ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഡ്രാമ കാണാൻ പറ്റും. 52ഓളം പ്രവാസി കലാകാരന്മാർ ഒന്ന് ചേർന്ന് അഭിനയിക്കുന്ന ഒരു നാടകമാണിത്. ഇതിനെ ഡയറക്റ്റ് ചെയ്യുന്നത് മികച്ച നടനുള്ള അവാർഡ് നേടിയിട്ടുള്ള ദിലീഷ് പോത്തൻ സാറ്, അതേപോലെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയിട്ടുള്ള സുരഭി ലക്ഷ്മി മാം, അതേപോലെ തന്നെ നമ്മുടെ വിനോദ് കുമാർ സാറ്, അദ്ദേഹം ശങ്കരാചാര്യ കാലടി അവിടുത്തെ പ്രൊഫസറാണ്. ഇവരൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ഈ ഒരു നാടകം. അതേപോലെ ഇത് നമ്മൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് മാജിക് ഈഫ് ആൻഡ് ഷീ കമ്പനിയാണ്. അപ്പോൾ എല്ലാവരും വരിക. വെറും 50 ദിർഹംസേ ഈ നാടകം കാണാനുള്ള ടിക്കറ്റിന് ചിലവ് വരുന്നുള്ളൂ. ഇതിൽ ഒരു ലക്കി ഡ്രോ കൂടിയുണ്ട് ഈ ടിക്കറ്റിൽ. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം സർക്കുലേറ്റ് ചെയ്യുക. നമുക്ക് അപ്പോൾ നാളെ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളിൽ വെച്ചിട്ട് കാണാം. ക്യാമറയും റീടേക്കും ഇല്ലാതെ പ്രവാസ ലോകത്തെ 52 കലാകാരന്മാർ നാടകവുമായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അവരെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ നമ്മളെല്ലാവരും നാളെ റെഡിയാവണം. പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ദിലീഷ് പോത്തൻ സാറും സുരഭി ലക്ഷ്മിയുമാണ് അവർക്കൊപ്പമുള്ളത്. അപ്പൊ ആരും മറക്കണ്ട, നാളെ